പൂക്കി ബജറ്റുമായി വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. ജൻസികൾക്കായി സ്റ്റാർട്ടപ്പിന് 50 കോടി നൽകുമെന്ന പ്രഖ്യാപനം ശ്രദ്ധേയമായി. ക്യാമ്പസുകൾ ഗേൾസ് ഫ്രണ്ട്ലി ആക്കും. മലയാളം AI സംരംഭത്തിന് 10 കോടി. തൊഴിൽ അവസരങ്ങളുണ്ടാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി കേരള നോളജ് വാലി തുടങ്ങി യുവാക്കൾക്ക് സന്തോഷിക്കാനുള്ള നിരവധി പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി വി.ഡി. സതീശന്റെ കന്നി ബജറ്റിൽ ഉള്ളത്. മിഡിസെപ്പ് പരിഷ്കരണം, ഓരോ കുടുംബത്തിനും വർഷം 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ്, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം തടയാൻ മകൾക്കൊപ്പം പദ്ധതി, ആരോഗ്യ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് ഗോൾഡൻ അവർ പ്രൊജക്ട്, മലബാറിൽ ഫുട്ബോൾ സ്റ്റേഡിയം തുടങ്ങി കയ്യടി നേടുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ വേറെയുമുണ്ട്. പതിവ് പ്രഖ്യാപനങ്ങളുമുണ്ട്. ഇത്രയും വൈവിധ്യപരമായ പ്രഖ്യാപനങ്ങൾ നടത്താൻ ആദ്യ തവണ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച വി.ഡി. സതീശന് കഴിഞ്ഞത് എങ്ങനെയാണ്? പലരും ചോദിക്കുന്ന ചോദ്യം അതാണ്. സമയം വളരെ കുറവായിരുന്നു, ഉത്തരവാദിത്വങ്ങൾ കൂടുതലും. അധികാരമേറ്റെടുത്ത് ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി ധനമന്ത്രി കൂടിയായ വി.ഡി. സതീശന്റെ മുന്നിൽ കടമ്പകൾ ഒട്ടേറെയായിരുന്നു. അതുകൊണ്ട് തന്നെ ബജറ്റ് തയ്യാറാക്കൽ അതീവ ശ്രമകരമായ ഒന്ന് തന്നെയായിരുന്നു സതീശന്. പക്ഷേ എന്നിട്ടും കേവലം 2 ആഴ്ച കൊണ്ട് വിസ്മയിപ്പിക്കുന്ന വേഗത്തിലാണ് സതീശൻ തന്റെ ആദ്യ ബജറ്റ് എഴുതി തയ്യാറാക്കിയത്. മുഖ്യമന്ത്രി എന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കണം, അതിനിടയിൽ വകുപ്പുകളുടെ ഏകോപനം, ഒപ്പം ധനമന്ത്രി എന്ന നിലയിലുള്ള ചുമതലകളും. ഇതിനിടയിലാണ് ബജറ്റ് നിർദ്ദേശങ്ങൾക്കുള്ള ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും സമയം കണ്ടെത്തിയിരുന്നത്. തന്റെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒന്നും മറക്കാതെ, ഒന്നിനും മുടക്കം വരുത്താതെയായിരുന്നു ബജറ്റ് തയ്യാറാക്കുന്ന ജോലി വി.ഡി. സതീശൻ ചെയ്തു തീർത്തത്. ചുരുക്കത്തിൽ 2 ആഴ്ച കൊണ്ടാണ് ബജറ്റ് എഴുതി തീർത്തത് എങ്കിലും ബജറ്റിനായുള്ള ഒരുക്കങ്ങൾ അതിനും എത്രയോ മുന്നേ തന്നെ സതീശൻ എന്ന ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ആരംഭിച്ചിരുന്നു. അതിന്റെ പരിണിത ഫലമാണ് ഇന്നത്തെ സതീശന്റെ ആദ്യ ബജറ്റ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ധനവകുപ്പിന്റെ കൂടി ചുമതല ഏറ്റെടുത്തിട്ട് മാസം 1 പിന്നിടുമ്പോൾ തന്നെയാണ് സതീശന്റെ ആദ്യ ബജറ്റും എന്നത് മറ്റൊരു യാദൃച്ഛികതയാകാം. ഈ 1 മാസം കൊണ്ടാണ് ബജറ്റിനുള്ള ഒരുക്കങ്ങൾ സതീശൻ പൂർത്തിയാക്കിയതും ബജറ്റ് തയ്യാറാക്കിയതും. മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ മെയ് 18-നാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ധനവകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രിക്ക് നൽകിക്കൊണ്ട് മെയ് 20-ന് വിജ്ഞാപനം പുറത്തിറങ്ങി. അന്നു മുതൽ ഇന്ന് വരെയുള്ള 30 ദിവസ കാലയളവിനിടെ എത്രയോ ഔദ്യോഗിക ഉത്തരവാദിത്വങ്ങൾ സതീശൻ നിറവേറ്റി. പകൽ മുഖ്യമന്ത്രിയായി, വൈകുന്നേരം ധനമന്ത്രിയായി പകർന്നാട്ടം, ബജറ്റ് മുന്നൊരുക്ക ചർച്ചകളും കൂടിക്കാഴ്ചകളും. ഇതിനിടെ 2 തവണ ഡൽഹിയിലും 1 തവണ കർണാടകയിലും പോയി വന്നു. പകൽ സമയങ്ങളിൽ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഒട്ടനവധി പരിപാടികൾ, സന്ദർശകരെ കാണാനുള്ള സമയം, അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ പലതായിരുന്നു അദ്ദേഹത്തിന്. എന്നിട്ടും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് തീർത്തും മാറി നിൽക്കാതെ സന്ദർശകരെ ചുരുക്കി. സമയം ക്രമീകരിക്കാൻ സാധാരണ ധനമന്ത്രിമാർ പോകാറുള്ളതുപോലെ വിഴിഞ്ഞത്തേക്ക് സമാധാനം തേടിപ്പോകാതെ കന്റോൺമെന്റ് ഹൗസിന് തൊട്ടടുത്ത മസ്കറ്റ് ഹോട്ടലിലും കോവളം ഗസ്റ്റ് ഹൗസിലുമായി തങ്ങി സതീശൻ എന്ന ധനമന്ത്രി തന്റെ ബജറ്റ് പൂർത്തിയാക്കി. ഉത്തരവാദിത്തങ്ങൾ ഒന്നിലധികം ഉള്ളതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റ് ആയിരുന്നു ആദ്യത്തെ കടമ്പ. സമയം ക്രമീകരിക്കുകയും വേണം, എന്നാൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുമാകില്ല. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയം മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾക്കായി മാറ്റിവെച്ചു. കന്റോൺമെന്റ് ഹൗസിലും ഓഫീസിലും രാവിലെ മുതൽ എത്തുന്നവരെ കണ്ട് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർത്ത ശേഷം ഉച്ച മുതൽ ധനമന്ത്രിയുടെ കുപ്പായം എടുത്തണിയും. പിന്നെ ബജറ്റ് ചർച്ചകളുടെ സമയമാണ്. ബജറ്റ് ചർച്ച പലപ്പോഴും മാരത്തൺ പോലെ നീണ്ടുപോയി. രാവേറെ നീളുന്നതുവരെ ബജറ്റ് ചർച്ചകളിൽ ഏർപ്പെട്ടതിന് സാക്ഷികളുണ്ട്. 2 ആഴ്ച മുൻപ് പൂർണ്ണമായും ബജറ്റിന്റെ തിരക്കിലേക്ക് കടന്നു. അതോടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. പിന്നീട് ബജറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചർച്ചകൾ മാത്രമായി ചുരുങ്ങി. ബജറ്റ് അവതരിപ്പിക്കേണ്ട ജൂൺ 19 വരെ മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ സാധിക്കില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ധനവകുപ്പിന്റെ ചുമതലയേറ്റ മെയ് 20 മുതൽ തന്നെ അദ്ദേഹം തന്റെ ആദ്യ ബജറ്റ് തയ്യാറാക്കുന്നതിനുള്ള ചർച്ചകളിലേക്ക് കടന്നിരുന്നു. സമയം കിട്ടുന്നതിനനുസരിച്ച് ചർച്ചകളും വിഷയ വിദഗ്ധരിൽ നിന്ന് അഭിപ്രായം സമാഹരിക്കലും മുറക്കി നടന്നു. രാത്രി വൈകിയും കൂടുതൽ സമയം കണ്ടെത്തി ബജറ്റ് ഒരുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി. അപ്പോഴും ഞായറാഴ്ചകളിലെ മണ്ഡല സന്ദർശനത്തിന് മുടക്കം വരാതെ നോക്കിയിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബജറ്റിലേക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ അദ്ദേഹം തയ്യാറെടുപ്പ് ആരംഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ പുതുയുഗ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച ചർച്ചകളിലും ബജറ്റ് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരുന്നു. അന്ന് ചർച്ചകളിൽ ഉയർന്ന എല്ലാ നിർദ്ദേശങ്ങളും സ്വയം എഴുതിയെടുത്ത് ഫയലിൽ സൂക്ഷിച്ചു. മുഖ്യമന്ത്രിയായതിന് പിന്നാലെ അവ ഓരോന്നായി പരിശോധിച്ച് എന്തൊക്കെ ബജറ്റിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പരിശോധിച്ചു. മറ്റുള്ളവ പരിശോധനയ്ക്കായി അതത് വകുപ്പുകൾക്ക് കൈമാറുകയും ചെയ്തു. 2 ആഴ്ച മുൻപാണ് പൂർണ്ണമായും ബജറ്റിന്റെ തിരക്കുകളിലേക്ക് സതീശൻ കടന്നത്.
അതിൽ ഒരാഴ്ച പൂർണ്ണമായും രഹസ്യ ചർച്ചകൾക്കായി മാറ്റിവെച്ചു. ഈ സമയത്ത് ബജറ്റിന്റെ പണിപ്പുര സെക്രട്ടേറിയറ്റിൽ നിന്ന് മാസ്കറ്റ് ഹോട്ടലിലേക്ക് മാറ്റി. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ചർച്ചകളും ആലോചനാ യോഗങ്ങളും പലപ്പോഴും അർദ്ധരാത്രി 12 വരെ നീണ്ടു. വിവിധ വ്യവസായ മേഖലകളിൽ നിന്നുള്ളവർ, തൊഴിലാളി, കർഷക, വിദ്യാർത്ഥി സംഘടനകൾ, ആശാ വർക്കർമാർ ഉൾപ്പെടെ വനിതാ സംഘടനാ നേതാക്കൾ, പ്രമുഖ വ്യവസായികൾ, വിവിധ വകുപ്പുകളുടെ സെക്രട്ടറി തല ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്നെല്ലാം അഭിപ്രായ സമാഹരണം നടത്തിയാണ് ബജറ്റ് എഴുതുന്ന പണിപ്പുരയിലേക്ക് കടന്നത്. പ്രസംഗത്തിന്റെ കാതലായ ഭാഗങ്ങൾ മുഖ്യമന്ത്രി കൂടിയായ ധനമന്ത്രി വി ഡി സതീശൻ നേരിട്ടാണ് തയ്യാറാക്കിയത്. വകുപ്പുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അംഗീകരിച്ചു. ബജറ്റിന്റെ അടിസ്ഥാന രേഖയായി വിഷൻ 2031 തയ്യാറാക്കി. പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ ഓരോ വകുപ്പിനും ദിശാബോധം നൽകുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തി തയ്യാറാക്കി വിഷൻ 2031 അടിസ്ഥാന രേഖയ്ക്ക് മന്ത്രിസഭ അംഗീകാരവും നൽകി. ബജറ്റ് അവതരണത്തിന് തലേ ദിവസം വൈകിട്ട് മുഖ്യമന്ത്രിയെ ധനവകുപ്പ് മന്ത്രി ബജറ്റ് പ്രസംഗം വായിച്ചു കേൾപ്പിക്കുന്ന ചടങ്ങ് ഇക്കുറി ഉണ്ടായില്ല. മുഖ്യമന്ത്രി തന്നെ ധനമന്ത്രിയുമായതിനാൽ സതീശൻ തന്നെ അവസാനമായി ഒരാവർത്തി കൂടി പ്രസംഗം വായിച്ച് രാത്രിയിൽ സർക്കാർ പ്രസിലേക്ക് അച്ചടിക്കായി അയക്കുകയും ചെയ്തു. സഹാനുഭൂതിയിൽ ഊന്നിയ സദ്ഭരണം എന്ന പ്രമേയം അടിസ്ഥാനമാക്കിയാണ് ഇത്തവണത്തെ ബജറ്റ് എന്നതും എടുത്തു പറയേണ്ടതാണ്. കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന 3ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. മുൻപ് 1963, 64, 65 കാലയളവിൽ ആർ ശങ്കറും 2016-17 ഉമ്മൻചാണ്ടിയുമാണ് ഇതിനു മുൻപ് ബജറ്റ് അവതരിപ്പിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ. ഇതിൽ സതീശൻ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ്. ഉമ്മൻചാണ്ടി ഇടക്കാലത്തേക്ക് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിച്ചപ്പോഴാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന ബജറ്റാണ് ഉമ്മൻചാണ്ടി അവതരിപ്പിച്ചത്. ധനമന്ത്രിയായിരുന്ന KM മാണി രാജിവെച്ച ഒഴിവിൽ ഉമ്മൻചാണ്ടി ധനവകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത് ബജറ്റ് അവതരിപ്പിക്കുകയായിരുന്നു. ഇന്നത്തെ ബജറ്റിൽ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. ആ പ്രഖ്യാപനങ്ങളെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം.